ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൺസ്. അങ്ങനെ എന്റെ 5th സ്റ്റാൻഡേർഡിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൺസിന്റെ പുതിയൊരു സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഓക്കെ, എടാ, അപ്പൊ നമ്മള് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് സോഷ്യൽ സയൻസിന്റെ ഓരോരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പഠിച്ചു കഴിഞ്ഞു എല്ലാവരും? പഠിച്ചു കഴിഞ്ഞെങ്കിൽ വേഗം കുറച്ച് ഫയർ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. വേഗം 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 കുറച്ച് ഫയർ ഇടാ കേട്ടോ. ഓക്കെ, യെസ് ഹായ് ഒക്കെ വരുന്നുണ്ട്. ഹായ്, ഹലോ. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ചാപ്റ്റർ ആട്ടോ പഠിക്കാൻ പോകുന്നത്. എന്താണ് പുതിയൊരു ചാപ്റ്റർ? എന്താണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ നെയിം? എത്ര പേർക്ക് അറിയാം എന്തായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ? യെസ്, പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്നൂല്ലേ ചാപ്റ്റർ. നോക്കാം, ചാപ്റ്റർ 10 വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം. വൺസ് അഗെയിൻ റിപ്പീറ്റ്, ഒന്നുകൂടി പറഞ്ഞേ. വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ നെയിം. ഓക്കെ ആണോ? യെസ്. എടാ, അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും, മിസ് ഇവിടെ വണ്ടേഴ്സ് ഇൻ ദ സ്കൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ എന്തായിരിക്കും ഞങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നേ? ഇതാ കൂട്ടത്തിലൊരു അർത്ഥം വന്നിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകുന്നേ? വേഗം. യെസ്, ദാ കുറച്ച് സ്റ്റാർ വരുന്നുണ്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ. ദെൻ സൺ, മൂൺ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സ്കൈയെ കുറിച്ചും സ്കൈയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. സണ്ണിനെ കുറിച്ചും കുറച്ച് പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. കൂടാതെ നമ്മുടെ അതിമനോഹരമായ എർത്തിനെ കുറിച്ചും പഠിക്കും. ഓക്കെ, ഭൂമിയെ കുറിച്ച് നമ്മളിവിടെ പഠിക്കും കേട്ടോ. ഓക്കെ, തുടങ്ങാലോ നമുക്കപ്പോ. യെസ്, അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാണ്. സൺ ഈസ് എ സ്റ്റാർ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ശരിയോ തെറ്റോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നുള്ളത്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് സൺ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സില്. യെസ്, ശരിയാണ് മക്കളെ, സൂര്യൻ ഒരു നക്ഷത്രമാണ് അല്ലെ. സൺ ഈസ് ഓൾസോ ദ ക്ലോസ്ഡ് സ്റ്റാർ ടു ദി എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്തുള്ള, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളതും ആര് തന്നെയാണ്? സൺ തന്നെയാണെന്നാണ് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രവും സൂര്യനാണ്. ഇനി there are many other stars which are bigger than the sun. അപ്പൊ നമ്മൾ പറഞ്ഞു സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു നക്ഷത്രം എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സൂര്യൻ മാത്രമുള്ളോ നക്ഷത്രമായിട്ട്? അല്ല, നമുക്ക് എങ്ങനെയാണ് ഒരുപാട് there are many other stars അല്ലെ. സൂര്യനേക്കാൾ വലിപ്പമുള്ള, സണ്ണിനേക്കാൾ ബിഗർ ആയിട്ടുള്ള വലിപ്പമുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ എവിടെയുണ്ട്? സ്കൈയിലുണ്ട്. ഓക്കെ, യെസ്. നോക്കാം, സ്റ്റാർസ് അപ്പിയേഴ്സ്. ഞാൻ അടുത്ത പുതിയൊരു കാര്യമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഗാലക്സി. എന്താണ് ഗാലക്സി എന്ന് കേട്ടിട്ടുണ്ടോ? ഗാലക്സി കേട്ടിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറച്ച് പേര് പറയും, മിസ്സേ ഗാലക്സി ചോക്ലേറ്റ് അല്ലേ? ആ ഗാലക്സി അല്ല കേട്ടോ, ഈ ഗാലക്സി ചോക്ലേറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഗാലക്സി അല്ലേ ചോദിക്കുന്നവരോടായിട്ട്, ആ ഗാലക്സി അല്ല, ഈ ഗാലക്സി. നോക്കാം, സ്റ്റാർ അപ്പിയേഴ്സ് സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ എവേ ഫ്രം ദി എർത്ത്. നമ്മള് ഭൂമിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ കൈയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് പറയും, അയ്യോ ആ നക്ഷത്രങ്ങൾ എന്ത് കുഞ്ഞിതാണല്ലേ എന്ന് പറയും. പറയാറില്ലേ നമ്മള്? ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിന്നി ചെറിയ നക്ഷത്രങ്ങള്. യെസ്, നമ്മള് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ എങ്ങനെയാടാ? വളരെ അകലെയായതിനാൽ, ഒരുപാട് അകലെയായതാൽ അതെങ്ങനെയായിട്ടേ നമുക്ക് തോന്നുള്ളൂ? വളരെ ചെറുതായിട്ട്, അഥവാ സ്മോൾ ആയിട്ടേ നമുക്ക് തോന്നുള്ളൂ എന്നുള്ളതാണ് അല്ലെ. Stars are the giant celestial bodies that are luminescent അല്ലേ പോലെ. അതെന്താണ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രകാശമാനമായ ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളാണ്. അവ ചെറുതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അവ എങ്ങനെയാണ്? celestial bodies are giant in size. വളരെ വലുതാണ്, ഭീമാകാരമായ ഒന്നാണ്. They emit large amounts of heat and light. നമ്മളിപ്പോ ഇവിടെ നിന്ന് കാണുന്ന പോലെയൊന്നല്ല. അവ എങ്ങനെയാണ്? വളരെ വലിയ അളവിൽ എങ്ങനെയാണ്? ഹീറ്റും ലൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്. എന്താണ്? വലിയ അളവിൽ ചൂടും പ്രകാശവും പുറപ്പെടുവിക്കുന്നു. Galaxies are the clusters of billions of stars. മക്കളെ, ഇവിടെ തെറ്റിയതല്ല, ബില്യൺസ്. ഇവിടെ സ്പെല്ലിംഗ് എന്തായിരുന്നു? ബില്യൺസ് ആണ് കേട്ടോ. ഗാലക്സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ പറയുന്നത്? അതൊരു കോടാനുകോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഗാലക്സീസ് എന്ന് വിളിക്കുന്നത് അല്ലെ. കോടാനുകോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഗാലക്സീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഗാലക്സീസ് ചെറുതാണോ? യെസ് ഓർ നോ? ഇപ്പൊ പറയണം, ചെറുതാണോ? അല്ല. എങ്ങനെയാണ്? ജൈന്റ് സൈസ് അല്ലെ, നല്ല വലിപ്പമുള്ള ഭീമാകാരമായിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ അവ എന്താണ് പുറപ്പെടുവിക്കുന്നത്? ഹ്യൂജ് എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ നല്ല കൂടുതൽ അളവിൽ ലൈറ്റും ഹീറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട് എന്നുള്ളതാണ്. കിട്ടിയോടാ? യെസ്. then അടുത്ത കാര്യം നോക്കിക്കേ. some celestial bodies revolve around the sun. എന്നാൽ
നമ്മുടെ കുറച്ച് ഗോളങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യന് ചുറ്റും ദാ ഇങ്ങനെ കറങ്ങി 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 നടക്കുന്നുണ്ട്. എങ്ങനെയാ കറങ്ങുന്നേ? ഇതാണ് സൂര്യനെങ്കിൽ ഇങ്ങനെ 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 കറങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്യും, ഈ ഓർബിറ്റില് ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഓരോരുത്തരും ഇങ്ങനെ കറങ്ങി കറങ്ങി വരും കേട്ടോ. യെസ്, അപ്പൊ നമുക്കത് ക്ലാസ്സിൽ വരയ്ക്കണം. കൃത്യമായിട്ട് മിസ് പറയും ഈ സെലസ്റ്റിയൽ ബോഡിയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് വരച്ചെന്ന് പറയുമ്പോ ആരാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇത് വരയ്ക്കുന്നത് അവർ നമുക്ക് ക്ലാസ്സിൽ കാണിക്കണം, വേണേ? യെസ്, അപ്പൊ ഞാൻ മാച്ചോട്ടെ ഇത്. ഓക്കെ എടാ, അപ്പൊ നോക്കിക്കേ, ദാ ഈ പിക്ചർ ഒന്ന് എല്ലാവരും നന്നായിട്ട് നോക്കിക്കേ. നമ്മുടെ സോളാർ സിസ്റ്റം ആണ് ഈ കാണുന്നത്, കണ്ടോ? ഇവിടെ നോക്കിക്കേ, സണ്ണിന് ചുറ്റുമായിട്ട് നെപ്റ്റ്യൂണും മാർസും വീനസും അതേപോലെ തന്നെ മെർക്കുറിയും എർത്തും ജൂപ്പിറ്ററും യുറാനസും അങ്ങനെ പേരുള്ള ഒരുപാട് പേര് ഇങ്ങനെ വട്ടം 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 എന്ത് ചെയ്യാണ്, ഓടിക്കളിക്കുന്നുണ്ട് അല്ലെ? നോക്കാം നമുക്ക്. യെസ്, നോക്കാം. എർത്ത് ഈസ് എ പ്ലാനറ്റ്. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഒരു ഗ്രഹമാണ് അഥവാ പ്ലാനറ്റ് ആണ്. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂമി ഒരു ഗ്രഹമാണ് അഥവാ പ്ലാനറ്റ് ആണ്. വാട്ട് ആർ പ്ലാനറ്റ്സ്? നിങ്ങൾ എന്നെ ചോദിച്ചു നോക്കിക്കേ, മിസ് അല്ലേ പറഞ്ഞത് ഭൂമി ഒരു ഗ്രഹമാണെന്ന്. എന്താണ് ഈ ഗ്രഹം, അല്ലെങ്കിൽ എന്താണ് പ്ലാനറ്റ്സ്? പറ എത്ര പേർക്ക് അറിയാൻ പറ്റും എന്താണ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കാം. celestial bodies that rotate on their axis and revolve around the sun. കണ്ടോ? ഇപ്പൊ എന്താ പറയുന്നേ? celestial bodies. ഇപ്പൊ നമ്മൾ കണ്ടുല്ലേ, celestial bodiesനെ കണ്ടു. celestial bodies that rotate on their axis, അവർ അവരുടെ അച്ചുതണ്ടിൽ തന്നെ കറങ്ങുകയും എന്നാൽ സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു. അപ്പൊ ഓരോ പോയിന്റിൽ അവർ ആദ്യം എന്ത് ചെയ്യും, അവരുടെ ചുറ്റും തന്നെ ഇങ്ങനെ കറങ്ങും. എന്നാൽ ഇങ്ങനെ കറങ്ങി 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 വരുമ്പോ ഇങ്ങനെ ഈ പറഞ്ഞ ഓരോ പ്ലാനറ്റ്സും അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളും ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ചുറ്റി വരുമ്പോ അവർ ലാസ്റ്റ് ആരുടെ ചുറ്റുമാവും? സൂര്യൻ, ഈ നടുക്കുള്ള സൂര്യന്റെ ചുറ്റുമാകും എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നേ? പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാ നോക്കിക്കോളൂ, എന്താണ്? സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ഓൺ ദെയർ ഓൺ ആക്സിസ്, അവർ സ്വന്തമായിട്ട് അവരുടെ ആക്സിസിൽ അല്ലെങ്കിൽ അവരുടെ അച്ചുതണ്ടിൽ കറങ്ങുകയും എന്നാൽ സൂര്യന് ചുറ്റും വലം വെക്കുകയും ചെയ്യുന്നു. ഇവരെ എന്ത് വിളിക്കുന്നു? സെലസ്റ്റിയൽ ബോഡീസ് എന്ന് വിളിക്കുന്നു. ദേ ക്യാൻ നോട്ട് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഹീറ്റ് ഓർ ലൈറ്റ്, അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹീറ്റോ ചൂടോ അതേപോലെ തന്നെ താപമോ വെളിച്ചമോ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ദേ ഗെറ്റ് ഇറ്റ് ഫ്രം ദ സൺ, അവർക്ക് ഇതെല്ലാം കിട്ടുന്നത് ആരിൽ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് അവർക്ക് ഈ പറഞ്ഞ ഹീറ്റും ലൈറ്റും എല്ലാം കിട്ടുന്നത്. അപ്പൊ അവരൊരു പാവങ്ങളാണല്ലേ ഈ സെലസ്റ്റിയൽ ബോഡീസ്. അവർ ഇത്രയും കടന്ന് കറങ്ങി ചുറ്റി ഓടിയൊക്കെ നടന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഹീറ്റോ ലൈറ്റോ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ വിഷമിക്കണ്ട, കാരണം എന്താ? അവർ ഈ സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. അപ്പോ സൂര്യനിൽ നിന്ന് അവർക്ക് ഹീറ്റും അതേപോലെ തന്നെ ചൂടും അതേപോലെ തന്നെ വെളിച്ചവും ലൈറ്റും ഒക്കെ താപവും ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാലോ, ഈ പറഞ്ഞ പ്ലാനറ്റ്സിന്റെ സവിശേഷതകൾ നോക്കിയാലോ. യെസ്, ഒന്നാമത് നോക്കാം. വെരി ഇൻ സൈസ്. ഇവരെല്ലാവരും ഒരേ വലുപ്പമാണോടാ? മാർസ് ഇരിക്കുന്ന പോലെയാണോ ജൂപ്പിറ്റർ പോലെയാണോ സാറ്റേൺ? അല്ല, പലരും പല സൈസ് ആണല്ലേ. ആൻഡ് കമ്പോസിഷൻ ആൻഡ് അറ്റ്മോസ്ഫിയർ, അതേപോലെ തന്നെ ഇവരുടെ വലിപ്പവും ഘടനയും അറ്റ്മോസ്ഫിയറിൽ ഇവരുടെ കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ്? വ്യത്യാസമുണ്ട്, ഒരേപോലെയല്ല, പലരും പലതാണ്. സം ആർ റോക്കി ലൈക്ക് മെർക്കുറി ആൻഡ് വീനസ്, എർത്ത് ആൻഡ് മാർസ്. അപ്പൊ എന്താ പറയുന്നേ? ചിലത് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ബുധനും ശുക്രനും ഭൂമിയും ചൊവ്വയും എന്നിവയൊക്കെ പോലെ പാറകളാണ് അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങളാണെന്ന് പറയാം. ഓക്കെ, ടെറസ്ട്രിയൽസ് ആണെന്ന്. എല്ലാവരും ഇങ്ങനെയല്ല, പക്ഷെ കുറച്ച് പേര് ഈ മെർക്കുറി വീനസ് എർത്ത് ഒക്കെ പോലെയാണെന്ന് പറയാം. സം ആർ ഗേഷ്യസ്. അപ്പൊ കുറച്ച് പേര് പാറകളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, എന്നാൽ ബാക്കി കുറച്ച് പേരോ ഗേഷ്യസ് ആണ്. ഗ്യാഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്, വാതക രൂപത്തിലാണ്. അവരെങ്ങനെയാണ്? വാതക രൂപത്തിലാണ്. ലൈക്ക് ആരെയൊക്കെ പോലെ? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇവരൊക്കെ എങ്ങനെയാണ്? ഗ്യാഷ്യസ് ആണ് അല്ലെ, വാതക അവസ്ഥയിലാണ്. ഈച്ച് ഹാസ് എ സ്പെസിഫിക് ഓർബിറ്റ് അറൌണ്ട് ദ സൺ. ഇവർ ഓരോരുത്തർക്കും അവരുടേതായ ഓർബിറ്റുകൾ സൂര്യന് ചുറ്റുമുണ്ട്. ഓക്കെ, ഈച്ച് ഹാസ് എ സ്പെസിഫിക് ഓർബിറ്റ് അറൌണ്ട് ദ സൺ. നമ്മൾ പറഞ്ഞില്ലേ, ഓരോന്നിനും സൂര്യന് ചുറ്റും ഒരു പ്രത്യേക ഭ്രമണ പഥമുണ്ട്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളൂ? പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ? ആകെയും മൂന്ന് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നാമത്തെ കാര്യം, അവരുടെ സൈസും കമ്പോസിഷനും എല്ലാം ഡിഫറെന്റ് ആണ്. കുറച്ചു പേര് റോക്കി ആണെങ്കിൽ, പാറകളാണെങ്കിൽ, ബാക്കി കുറച്ചു പേരോ ഗേഷ്യസ് ആണ് അല്ലെ, വാതകമാണ്. അതേപോലെ തന്നെ അവർക്ക് അവരുടേതായ ഓർബിറ്റ് ഉണ്ട്, പ്രത്യേക ഭ്രമണ പദങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഡു യു വാണ്ട് മീ ടു മേക്ക് എ ടേബിൾ ഓഫ് ഓൾ ദ പ്ലാനറ്റ്സ് വിത്ത് ദെയർ ലൈക്ക് കീ ക്യാരക്ടറിസ്റ്റിക്സ്? വേണ്ടേ? ഓരോ ഗ്രഹങ്ങളെ കുറിച്ചും അവരുടെ സവിശേഷതകളും നമുക്ക് പഠിക്കേണ്ടേ? സ്വഭാവ സവിശേഷതകളും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാ നോക്കിക്കോളൂ.
ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് മെർക്കുറിയെ കുറിച്ചാണ്. മെർക്കുറി കണ്ടോ, വലുപ്പമൊക്കെ കണ്ടോ, മെർക്കുറിയുടെ സൈസും കളറൊക്കെ കണ്ടോ എല്ലാവരും? എന്താ ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, മക്കൾ ഇത് ഏതാളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് പറയണം അത് മെർക്കുറി അല്ലേ മിസ് കാണിച്ചതെന്ന് പറയണം. ഓക്കെ, ഇപ്പൊ മെർക്കുറിയുടെ ഒരു പ്രത്യേകത എന്താ? ദേ ആർ ക്ലോസ് ടു ദ സൺ, സണ്ണിനോട് അടുത്തിരിക്കുന്നു. അടുത്ത ആള് ആരാ? വീനസ് ആണ് അല്ലെ. വീനസിന്റെ ഒരു പ്രത്യേകത എന്താ? നോൺ ആസ്, അറിയപ്പെടുന്ന പേരുകൾ മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നു. കണ്ടോ, മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നത് ആരാണ്? വിളിക്കുന്നത് ആരെയാണ്? വീനസിനെയാണ്. അപ്പൊ നാളെ ഞാൻ ക്ലാസ്സിൽ ചോദിക്കും, മക്കളെ ഈവനിങ് സ്റ്റാർ ആരാടാ? അപ്പൊ നിങ്ങൾ പറയണം മിസ്സേ അത് മെർക്കുറി അല്ല, ആരാണ്? വീനസ് ആണ് എന്ന് പറയണം. ഓക്കെ, അടുത്ത ആരാണ്? എർത്ത് ആണ് അല്ലെ. ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. നമ്മൾ ഈ പഠിച്ച എല്ലാ പ്ലാനറ്റുകളും ഇതിൽ ഒരേ ഒരു പ്ലാനറ്റിൽ അല്ലെങ്കിൽ ഒരേ ഒരെണ്ണത്തിൽ മാത്രമേ ആരുള്ളൂ? ജീവനുള്ള അല്ലെങ്കിൽ ലൈഫ് ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവനുള്ളവരുള്ളൂ. മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ. അതെവിടെയാണ്? നമ്മുടെ ഭൂമിയിലാണ് അല്ലെ. നമ്മൾ ഇന്ന് നിൽക്കുന്ന നമ്മുടെ ഭൂമിയിലാണ് ജീവനുള്ള വസ്തുക്കൾ ഉള്ളത്. ഇനി മാർസ് കണ്ടാൽ തന്നെ അറിയാം, അവൻ ഇങ്ങനെ കത്തി നിൽക്കാണല്ലേ, ഫുൾ ഫയർ ആയിട്ട് ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കത്തി നിൽക്കാണ്. സോ ഈസ് നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ്. റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് മാർസ് ആണ്. ഇനി അടുത്തത് ജൂപ്പിറ്റർ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ, വൈറ്റിൽ ഇങ്ങനെ ഗോൾഡൻ ലൈൻസ് ഒക്കെ വരുന്ന ജൂപ്പിറ്റർ ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്റർ ആണ്. ദെൻ സാറ്റേൺ നോക്കിക്കേ, സാറ്റേണിന്റെ ആ ഒരു ഷേപ്പ് നോക്കിക്കേ. ജൂപ്പിറ്റർ കഴിഞ്ഞാൽ തൊട്ട് താഴെ ആരുണ്ട് വലിപ്പത്തിൽ? സാറ്റേൺ ആണ് രണ്ടാമത്തെ വലിയ പ്ലാനറ്റ്. ആരാണ്? സാറ്റേൺ ആണ്. ഒന്നാമത്തെയോ? ജൂപ്പിറ്റർ ആണ്. ദ കോൾഡസ്റ്റ് പ്ലാനറ്റ്, നമുക്ക് ഏറ്റവും നമുക്ക് തണുപ്പ് തോന്നില്ല, തണുപ്പുള്ള പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ് പറയണേ? യുറാനസ് പറയാണ്, എടാ ഞാനാണ് ഏറ്റവും തണുപ്പുള്ള പ്ലാനറ്റ്. ഇനി അടുത്തത് അടുത്ത നോക്കിക്കേ, നെപ്റ്റ്യൂണിന്റെ പ്രത്യേകത എന്താണ്? ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ഫർദർ ഫ്രം ദ സൺ. കണ്ടോ, സൂര്യനിൽ നിന്ന് കുറച്ചങ്ങ് അകലെ മാറിയിരിക്കുന്ന ആളാരാ? നെപ്റ്റ്യൂണ. എന്ന് ഞാൻ ചോദിക്കട്ടെ, വേഗം പറഞ്ഞേ എല്ലാവരും കണ്ണടച്ച്. സൂര്യനോട് ചേർന്നിരിക്കുന്ന പ്ലാനറ്റ് ആരായിരിക്കും? അപ്പൊ വേഗം ആരാണ്? യെസ്, ആൻസർ വരട്ടെ നമ്മുടെ ചാറ്റ് ബോക്സില്. മെർക്കുറി ആണ്. വെരി ഗുഡ്, അടിപൊളി. എങ്കിൽ അടുത്ത് അറിഞ്ഞിരിക്കട്ടെ, ദ കോൾഡസ്റ്റ് പ്ലാനറ്റ്, തണുപ്പുള്ള പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? യുറാനസ് ആണ് അല്ലെ. ആരാണ്? യുറാനസ് ആണ്. വെരി ഗുഡ്, മിടുക്കന്മാരാണല്ലോ എല്ലാവരും. സെറ്റ് ആയിട്ട് പഠിച്ചല്ലോ. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കാം, നമുക്ക് ഇതിന്റെ മലയാളവും കൂടി ഒന്ന് വായിക്കാം കേട്ടോ. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. അത് കഴിഞ്ഞ് ശുക്രനെ കുറിച്ച് പറഞ്ഞു. ശുക്രൻ അറിയപ്പെടുന്ന പേരുകൾ എന്താണ്? മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. അതായത് എന്താണ്? പ്രഭാത നക്ഷത്രം എന്നും പ്രദോഷ നക്ഷത്രം എന്നും അറിയപ്പെടുന്നു. പിന്നെ ഭൂമി, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം, ലൈഫ് ഉള്ളത്. ചൊവ്വയുടെ പ്രത്യേകത ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നു. ഇനി വ്യാഴം എന്തായിരുന്നു? ഏറ്റവും വലിയ ഗ്രഹം. തൊട്ടുപുറകെ ശനി പറയാണ്, വ്യാഴാഴ്ചയൊക്കെ കഴിഞ്ഞോട്ടെ, ശനിയാണ്, ഞാനാണ്, നീ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം എനിക്കാണ്. യുറാനസ് അപ്പൊ പറഞ്ഞു ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഞാനാണ്. അപ്പൊ ആരാ പറഞ്ഞേ? നെപ്റ്റ്യൂൺ വന്നിട്ട് പറഞ്ഞു സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഞാനാണ്. കണ്ടോ, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഞാനാണ്. ഇപ്പൊ എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ അതിന്റെ സവിശേഷതകളും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ മക്കളെ? പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ കുറച്ച് ബ്ലൂ ഹാർട്ട് ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. വേഗം കുറച്ച് ബ്ലൂ ഹാർട്ട് ഇട്ടേ. യെസ്, നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് സോളാർ സിസ്റ്റം. എന്താണ്? സോളാർ സിസ്റ്റം, സൗരയുധത്തെ കുറിച്ചാണ് മിസ് പറയാൻ പോകുന്നത്. കണക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയും, എണ്ണി പിടിച്ചോ. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ്, സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? നമ്പർ 1 സൺ, സൂര്യനുണ്ട് അല്ലെ. എവിടെയാണ്? സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിലായിട്ട്, കേന്ദ്ര ഭാഗത്തായിട്ട് ആരുണ്ട്? സൂര്യനുണ്ട്. സൂര്യന് ചുറ്റും എത്ര പ്ലാനറ്റ്സുകളുണ്ട്? 8 പ്ലാനറ്റ്സ്, 8 ഗ്രഹങ്ങൾ എന്തുണ്ട്? സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. സൂര്യന് ചുറ്റും എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങൾ. സാറ്റലൈറ്റ്സ് ഓഫ് പ്ലാനറ്റ്സ്, എന്താണ്? ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുണ്ട്. ഈ 8 പ്ലാനറ്റ്സ് കൂടാതെ അവരുടെ എല്ലാവരുടെയും ഉപഗ്രഹങ്ങളുണ്ട്. ദെൻ ഡോർഫ് പ്ലാനറ്റ്സ് ഉണ്ട് അല്ലെ, കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. വലിയ പൊക്കമൊന്നും ഇല്ലാത്ത, വലിയ സൈസ് ഒന്നും ഇല്ലാത്ത കുഞ്ഞി കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെയായിരുന്നു? ആസ്ട്രോയിഡ്സും മീറ്റേഴ്സും അതേപോലെ തന്നെ കോമറ്റ്സ് ഒക്കെ ഉണ്ട്. ക്ഷുദ്രഗ്രഹങ്ങളും ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ഇതെല്ലാം എവിടെ വരുന്നുണ്ട്? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ അഥവാ സൗരയുധത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ?
സൺ എവിടെയാണ്? ഏറ്റവും സെൻട്രലായിട്ട് സൺ ഉണ്ട്, അതിനു ചുറ്റും 8 പ്ലാനറ്റുകളുണ്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളുണ്ട്, ഇവരുടെ ഉപഗ്രഹങ്ങളുണ്ട്, ഡോർഫ് പ്ലാനറ്റ് കുള്ളൻ ഗ്രഹങ്ങളുണ്ട്, അതേപോലെ തന്നെ ഉൽക്കകളും കോമറ്റ്സ് വാൽ നക്ഷത്രങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും ഇതെല്ലാം എന്തിനുണ്ട്? നമ്മുടെ സോളാർ സിസ്റ്റത്തിലുണ്ട്. അടുത്ത നോക്കിക്കടാ, ദ സൺ പ്രൊവൈഡ്സ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ടു ഓൾ ദീസ് സെലസ്റ്റിയൽ ബോഡീസ് അല്ലെ. ഈ ആകാശഗോളങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റും ഹീറ്റും പ്രകാശവും ചൂടും നൽകുന്നത് ആരാണ്? സൂര്യനാണ് അല്ലെ. ആരാണ്? സൂര്യനാണ്. എങ്കിൽ നമുക്ക് അടുത്തൊരെണ്ണം പഠിച്ചാലോ? മിൽക്കി വേ. എന്തായിരിക്കും മക്കളെ മിൽക്കി വേ എന്ന് പറഞ്ഞാൽ? മിൽക്കി വേ ഇസ് എ ഗാലക്സി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം. നമ്മൾ ഈ പറഞ്ഞ സോളാർ സിസ്റ്റത്തിൽ ഇവരെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഗാലക്സിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിൽക്കി വേ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇറ്റ് ഹാസ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. അവിടെ എത്ര നക്ഷത്രങ്ങളുണ്ട്? 1, 2, 3 അല്ല, ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ്. കണ്ടോ? അപ്പൊ എന്താ പറയുന്നേ? കോടിക്കണക്കിന് പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് അത്തരം താരാപഥങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ മിൽക്കി വേ. ഓക്കെ, എടാ അപ്പൊ നമുക്ക് ഓരോന്നും നോക്കിയാലോ. എന്താണ് കോമറ്റ്സ്, എന്താണ് ഓസ്ട്രേറ്റ്സ്, അതേപോലെ തന്നെ എന്താണ് ഡോർഫ് പ്ലാനറ്റ്സ്, അങ്ങനെ ഓരോന്നും നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. കോമറ്റ്സ് എന്താണ്? മെയ്ഡ് ഓഫ് റോക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡസ്റ്റ് ഉണ്ട്, ഐസ് ഉണ്ട് അല്ലെ. Then glow and foam a tail when the near the sun. സൂര്യനടുത്ത് എത്തുമ്പോൾ അവരെങ്ങനെയാണ്? ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഫോം എ ടെയിൽ, ഒരു വാല് വരാൻ തുടങ്ങും അവർക്ക് അല്ലെ. റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ വളരെ റെയർ ആയിട്ട് വിസിറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഇവര് തന്നെയാണ്. അടുത്ത് നോക്കിക്കേ, ഇതാ ഇവിടെ പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഇവര്? ഇവരാണ് ആസ്ട്രോയിഡ്സ്. സ്മോൾ റോക്കി ഒബ്ജക്ട്സ് ആണ് അല്ലെ. ഇവരെങ്ങനെയാണ്? ചെറിയ സ്മോൾ റോക്കി ഒബ്ജക്ട്സ് ആണ്. ഫൗണ്ട് മെയിൻലി ബിറ്റ്വീൻ ദ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. മാർസിനും ജൂപ്പിറ്ററിനും ബിറ്റ്വീൻ ആയിട്ട് ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ ഡോർഫ് പ്ലാനറ്റ്സ് ആരാണ്? സ്മോൾ സ്പിരിക്കൽ ഒബ്ജക്ട്സ് ഓർബിറ്റിംഗ് ദ സൺ. സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ചെറിയ സ്പിരിക്കൽ ഒബ്ജക്ട്സുകളെയാണ് ഡോർഫ് പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. Then meteors are the pieces of rock entering the Earth's atmosphere at a high speed. ഉയർന്ന സ്പീഡിൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ചെറിയ പീസസ് ഓഫ് റോക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതാ കണ്ടോ, ചെറിയ ചെറിയ പീസസ് ഓഫ് റോക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? മീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സീൻ ആസ് എ ഫാസ്റ്റ് മൂവിംഗ് സ്പാർക്ക് ലൈറ്റ്. നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ രാത്രിയൊക്കെ അതിങ്ങനെ സ്പാർക്ക് സ്പീഡിൽ പോകുന്ന സ്പാർക്ക് ആയിട്ടേ നമുക്ക് തോന്നുള്ളൂ. ബേൺസ് ഔട്ട് ക്വിക്ലി, വളരെ പെട്ടെന്ന് ബേൺ ഔട്ട് ആകുകയും ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് വാൽ നക്ഷത്രങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ഉൽക്കകൾ എന്നിട്ടോ. ഇത് മൂന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ ആണേ? യെസ്. അടുത്ത് നോക്കിക്കേടാ. ഓർബിറ്റ് ഈസ് ദ പാത്ത് എ സെലസ്റ്റിയൽ ബോഡി ഫോളോസ് അറൌണ്ട് ദ സൺ അല്ലെ. ഒരു ഗോളത്തിന് ചുറ്റും അല്ലെങ്കിൽ ഒരു ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു പാത്താണ്, ഒരു സഞ്ചാര പാതയാണ് അല്ലെ. അതിന് ചുറ്റുമാണ് സൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ ഇൻ ദ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പൊ ഗ്രഹങ്ങൾ എന്താണ്? ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥങ്ങളിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് പ്ലാനറ്റ്സ് കീപ് ദം ഓൺ ദിയർ പാത്ത്. അപ്പൊ ഈ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലമാണ് അവയെ അവയുടെ പാതയിൽ തന്നെ നിലനിർത്തുന്നത്. വേറെ എങ്ങും പോകാതെ ഈ സണ്ണും അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ പ്ലാനറ്റ്സും ഒക്കെ തമ്മിലുള്ള ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഇവർ വേറെ എങ്ങും പോകാതെ എന്ത് ചെയ്യുന്നത്? അവിടെ തന്നെ നിലനിൽക്കുന്നത്. ഓൾ പ്ലാനറ്റ്സ് റൊട്ടേറ്റ്സ് ഓൺ ദിയർ ഓൺ ആക്സിസ് വൈൽ റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുമ്പോൾ സ്വന്തം അച്ചുതണ്ടിൽ തന്നെ ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കറങ്ങിക്കൊണ്ടിരിക്കും. യെസ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് അവർ എർത്ത്. നമ്മുടെ ഭൂമിയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. യെസ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്താലോ? നമ്മൾ ആദ്യം പഠിച്ചത് ഓൾ അബൌട്ട് സ്കൈ ആണല്ലേ. സ്കൈയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അത് നമുക്ക് ക്വിക്കായിട്ട് നോക്കടാ. വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് എന്നാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ ആദ്യം നമ്മൾ സ്കൈയെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ എർത്തിലേക്ക് വരും അല്ലെ. യെസ്. ആദ്യം നമ്മൾ പറഞ്ഞത് സൺ എന്ന് പറയുന്ന സ്റ്റാറിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് അതിന്റെ വലുപ്പത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. സൺ അല്ലാതെ വലുപ്പമുള്ള ഒരുപാട് സ്റ്റാർസ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ നമ്മള് ഗാലക്സീസ് എന്താന്ന് പറഞ്ഞു അല്ലെ. ജൈന്റ് സെലസ്റ്റിയൽ ബോഡീസ് ആണെന്ന് പറഞ്ഞു. ഭീമാകാരമായ ആകാശഗോളങ്ങളാണെന്ന് പറഞ്ഞു. ദെൻ സെലസ്റ്റിയൽ ബോഡീസ് റിവോൾവ് അറൌണ്ട് ദ സൺ ആണ് അല്ലെ. ഇവിടെ നമ്മൾ എന്താണ് പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങൾ എന്താന്നുള്ള കാര്യം പറഞ്ഞു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഓരോ ഗ്രഹങ്ങളും ഓരോ പ്ലാനറ്റ്സും അതിന്റെ ഫീച്ചേഴ്സും സവിശേഷതകളും നമ്മൾ പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടന്റ്. നന്നായിട്ട് പഠിക്കണം. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് കേട്ടോ ഇത്.
അത് കഴിഞ്ഞ് നമ്മൾ സോളാർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്, പഠിച്ചേക്കാം. ദെൻ മിൽക്കി വേ പറഞ്ഞു. ഓരോ സോളാർ സിസ്റ്റത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഓർബിറ്റിനെ കുറിച്ച് നമ്മൾ റഫ് ആയിട്ടൊന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ സ്കൈ എന്ന ടോപ്പിക്ക് കവർ ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എർത്തിനെ കുറിച്ചായിരിക്കും കേട്ടോ പറയുന്നേ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.